ഹലോ ഗൈസ്, വെൽക്കം ടു ഡാഡ്സ് വ്ളോഗ്സ്. അങ്ങനെ ഇന്നും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നല്ല, ഒത്തിരി സമയത്തിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അടിപൊളി കാഴ്ചകളുണ്ട്. എൻ്റെ ഒരു അടിപൊളി ഫ്രണ്ടിനെ കണ്ടു ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം. പണ്ട് ഒരുമിച്ച് ഞങ്ങൾ +1 +2 ഒക്കെ പഠിച്ചത്. അപ്പോൾ അതൊരു കിഡ്ലൻ സർപ്രൈസ് ആയിരുന്നു. അത് എക്സ്പെക്റ്റ് ചെയ്യാതെ പോയതായിരുന്നു, പക്ഷേ ഫൈനലി കണ്ടുപറ്റി. സോ നമുക്ക് വ്ളോഗിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക ഓൺ ദ വേ ആണ്. അപ്പോൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയത് കൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ശരവണ ഭവനിൽ പോയിട്ട് ഒരു വെജിറ്റേറിയൻ നല്ല അടിപൊളി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓർഡർ ചെയ്ത് മസാല ദോശയായിരുന്നു. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോൾ ആലോചിച്ചു, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഉഴുന്നുവടയും ചായയും വെച്ചൊരു പിടിപിടിച്ച്. അങ്ങനെ ഫുഡ് കഴിച്ച് വന്നപ്പോഴാണ് കുറച്ച് മധുരമുള്ള ഐറ്റംസ് കണ്ട്. ഈ നെയ്വടയൊക്കെ ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യൽ സാധനങ്ങളാട്ടോ ശരവണയത്തെ. അപ്പോൾ അതും മേടിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് യാത്രയായി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറം പാലത്തിലൂടെയാണ്. ഈ പാലത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇത് പാലം ഉണ്ടാക്കിയിരിക്കുന്നത് 1953 ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഭാരതപ്പുഴ. ഈ ഒരു പാലമാണ് നമ്മളെ കൊച്ചിനെയും മലബാറിനെയും കണക്ട് ചെയ്യുന്ന മെയിനായിട്ട് വരുന്ന പാലം. അടുത്ത് നമ്മൾ കയറാൻ പോകുന്നത് നമ്മൾ NH66 ഇതെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ 5 മണിക്കൂറൊക്കെ കോഴിക്കോട് പോകാൻ എടുത്തത് ഇപ്പോൾ നമുക്ക് വെറും 3 മണിക്കൂർ കൊണ്ട് പോയി വരാം. ഇത് 6 ലൈൻ റോഡാണ്, വിട്ടടിച്ച് പോകാം. സത്യം പറഞ്ഞാൽ ഇതിലൂടെ പോകുമ്പോൾ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേക്കാണ് ഓർമ്മ വരുന്നത്. നമുക്കിവിടെ ടോൾ പ്ലാസ വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഹൈവേയിൽ മൊത്തത്തിൽ CCTV ക്യാമറാസാണ്. സ്പീഡായാലും എല്ലാത്തിനും ക്യാമറാസാണ്. പിന്നെ നമുക്കിവിടെ എമർജൻസി ആണെങ്കിൽ മാത്രമേ വണ്ടി നിർത്താനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓവർ പോയി കഴിഞ്ഞാൽ അപ്പോൾ അടിക്കും ക്യാമറ. അങ്ങനെ ടോൾ പ്ലാസ കഴിഞ്ഞ് നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കോട്ടേക്ക് ഇരുന്നു കുറച്ച് അടിപൊളി ഷോട്ട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ കാണാം സ്റ്റിൽ ഈ ഒരു ഹൈവേൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ജംഗ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് അത്രയും ട്രാഫിക് ഒഴിഞ്ഞു മാറ്റും. ജംഗ്ഷന് പകരം ഇവിടെ നമുക്ക് എക്സിറ്റും എൻട്രിയും ആണ് ഉള്ളത്. അങ്ങനെ ഫൈനലി മമ്മിയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലെത്തി. അങ്ങനെ ഈ സൈക്കിളൊക്കെ ഓടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്ത് നല്ല അടിപൊളി പല വെറൈറ്റി ഉള്ള ചെടികളും പൂക്കളും എല്ലാം കാണാൻ സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് പോയത് SR ബേക്കറിയിലായിരുന്നു. ഒത്തിരി ഓർമ്മകളുള്ള ഒരു ബേക്കറിയാണ് എൻ്റെ ചെറുപ്പകാലത്തിൽ. ഞാൻ സ്ഥിരം വന്ന ഇവിടെ അവൽ മിൽക്കും പഫ്സും കഴിക്കുന്ന മെയിൻ സ്ഥലമായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അത് തന്നെ ഒന്നും കൂടി മേടിക്കാമെന്ന് കഴിച്ചു. നമ്മുടെ അന്നമോൾ ഫ്രൂട്ട് സലാഡ് മേടിച്ചു, ഞാൻ അവൽ മിൽക്ക് പഫ്സ് മേടിച്ചത്. നമ്മുടെ പഴയ മാസ്റ്റർ പീസ് സാധനം തന്നെ. ആ പഫ്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല കൊച്ചിയിൽ ഇങ്ങനെ കിട്ടുമെന്ന്. അത്രയ്ക്കും അടിപൊളി പഫ്സ് ആയിരുന്നു. അതിൻ്റെ അകത്തത്തെ മസാല ആയാലും ആ ചൂടോടെ നല്ല സോഫ്റ്റായിട്ട് കഴിക്കുമ്പോൾ തന്നെ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു അത്. അങ്ങനെ നമ്മൾ അടുത്തത് പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനാണ്. +1 +2 ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ കാണാൻ പറ്റുന്ന വിചാരിച്ചാൽ അവന് ജോലി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് വന്നത്. അപ്പോൾ ഒത്തിരി സന്ദേശം കാണുന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് എന്റെ നൻപൻ ആഫ്റ്റർ മെനി ഇയേഴ്സ് കണ്ടുമുട്ടിരിക്കുന്നു. എന്റെ സ്വന്തം നൻപൻ നൻപൻ അതിൽ ഇതാണ് എന്റെ നൻപൻ. ആള് ഭയങ്കര നാണാണ്. ആള് പറഞ്ഞു എന്നെ പറ്റിച്ച് എന്റെ ബ്ലോഗ് എടുക്കണം, 1 മില്യൺ അടിക്കുന്നൊക്കെ. ക്യാമറ ഇട്ടാൽ ഭയങ്കര നാണായി പോയി. അങ്ങനെ അവനൊരു സാധനം മേടിച്ചു, ഒരു കാന്താരീൻ്റെ എന്തോ സംഭവമാണ്. കുടിച്ചത് മാത്രമേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മീറ്റപ്പ് കഴിഞ്ഞ് നമ്മളിപ്പോൾ അടുത്ത് പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് നമ്മളിത് ഷാപ്പ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. ഫാമിലി റെസ്റ്റോറൻ്റാണ്. ഒത്തിരി സെലിബ്രിറ്റീസൊക്കെ വരുന്ന ഭയങ്കര പേരുകാട്ടൊരു ഹോട്ടൽ കൂടെയാണത്. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ അടിപൊളിയാണ്. അകത്തെ ആംബിയൻസൊക്കെ കിടിലാണ്. ഇതാണ് നമ്മുടെ മെനു ബുക്ക്. നമ്മൾ പണ്ടത്തെ കാലത്തെ ബുക്കുകൾ പോലെയാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പണ്ടത്തെ കാലത്തെ പേപ്പർ കട്ടിങ്സ് ആണ് പ്ലേറ്റ്സ് വയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. നല്ല കിടിലും വെറൈറ്റി ഡെസേർട്ട്സും ഉണ്ട് കേട്ടോ ഇവിടെ. ഇതപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഗീ റൈസും പിന്നെ കുറച്ച് ബീഫ്, ചിക്കൻ, പ്രോൺസ് ഐറ്റംസൊക്കെയാണ്. എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് ഓർഡർ ചെയ്തത്. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട്. പ്രോൺസ് എത്തി, അടിപൊളി ഗീ റൈസും പിന്നെ ബീഫ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഗീ റൈസിൻ്റെ മേലെ ബീഫ് ഇട്ടിട്ട് ആവി വറക്കുന്ന കാണാൻ അടിപൊളിയാണ്. പ്രോൺസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്.
പ്രത്യേകിച്ച് ഇവർ യൂസ് ചെയ്യുന്ന കൂട്ടുകളൊക്കെ ഒന്നും പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ്. അപ്പോൾ ഇതിലാണ് നമ്മളെ ബീഫ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി കാണുമ്പോൾ തന്നെ ഒരു നല്ല കിടിലൻ ലുക്കിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡെസേർട്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചക്ക വരട്ടി ആൻഡ് പഴം പപ്പടമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഒരു വെറൈറ്റി സംഭവം തന്നെ കൊണ്ടുവന്നപ്പോൾ തന്നെ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കിടിലൻ തന്നെ, കാണുന്നത് പോലെ തന്നെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ മസ്റ്റ് ട്രൈ ആണ്. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്തൊക്കെ ട്രൈ ചെയ്യണമെന്ന് തന്നെ നമുക്കറിയില്ല, കാരണം എല്ലാതും അവിടുത്തെ സൂപ്പർ ടേസ്റ്റാണ്. ഈ കാണുന്ന ഈ കിണ്ടിയിൽ നിന്നാണ് ഒരു പാനീയം പോലെ ബട്ടർ പാലെന്തോ മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് അവർ ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തൊന്ന് കുറുക്കി പാകമായതിനു ശേഷം അവർ നമുക്ക് തരും. ഇത് കാണുമ്പോൾ ശരിക്കും നല്ല ചൂടാണെന്ന്, പക്ഷേ ചൂടല്ല, നല്ല തണുപ്പാണ് സംഭവം. അപ്പോൾ മിക്സായി എല്ലാം കിട്ടി. ഇനി നമ്മൾ കഴിക്കാനുള്ള പരിപാടി. കാണുമ്പോൾ ചോദിച്ചു സാധാ ആസ് യൂഷ്വൽ ഉള്ള പോലെ ആയിരിക്കും ടേസ്റ്റ്, പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ്, ആ ഓരോ ഫ്ലേവറും ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്. സൂപ്പറാണ്. ആരെങ്കിലും കോഴിക്കോട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട മസ്റ്റ് ഐറ്റം തന്നെയാണ്. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് ആൻറ്റീൻ്റെ വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വൈകുന്നേരം ഞങ്ങൾ പോയത് ബേപ്പൂർ ചാലിയം ബീച്ചിലേക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി കാഴ്ചയാണ്. നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ കടലിന് ഓൾമോസ്റ്റ് ഒരു ഉൾഭാഗം വരെ നമുക്ക് പോകാൻ പറ്റും. ഇതിന് നേരെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ബേപ്പൂർ ബീച്ച്. ചില സമയത്ത് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോൾഫിൻസിനെയും കാണാൻ പറ്റും ഇവിടെ. ഇരുട്ടാവാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ എല്ലായിടത്തും ലൈറ്റ് ഓണാക്കി. ഇപ്പം കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇവിടെ. രണ്ട് സൈഡും നോക്കിക്കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു വൈകുന്നേരം ഈ ഒരു കാറ്റൊക്കെ അടിച്ച് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ചാലിയം ബീച്ചിലാണ്. അപ്പോൾ ചാലിയം ബീച്ചിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്ന് വെച്ചാൽ അവിടെ കാണുന്നത് നമുക്ക് വാക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് സീ ലെവലിൻ്റെ ഉള്ളിൽ വരെ നമുക്ക് വാക്ക് ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞത് ജസ്റ്റ് ഡ്രൈവ്. അപ്പുറത്തുള്ള അതേപോലെ തന്നെ കടലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഡ്രൈവ് ഉണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, സ്പീഡ് ബോട്ടിംഗ് ഉണ്ട്, എല്ലാ രീതിയിലുള്ള ആക്ടിവിറ്റീസും ഉണ്ട് എൻ്റർടൈനിങ് ആയിട്ടുള്ള. ഞങ്ങളിങ്ങനെ കുറേ നടന്നപ്പോഴാണ് ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും എല്ലാം കണ്ട്. കോഴിക്കോട് വന്നിട്ട് ഇത് കഴിച്ചില്ലെങ്കിൽ ഒരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം നമ്മൾ വേറെ എവിടെയും കഴിക്കുന്ന പോലെയല്ല ഇവിടെ കിട്ടുന്നത്. ഇവിടത്തേന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടേസ്റ്റാണ്. അത് ഇവിടെ വന്ന് കഴിക്കുന്നവർക്ക് അത് അറിയത്തുള്ളൂ. അങ്ങനെ ഇരിക്കെ ഞങ്ങളിങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കുകയായിരുന്നു ഏതാ മേടിക്കുക. അങ്ങനെ ഫൈനലി ഞാൻ കുക്കുംബർ എടുത്തു, നമ്മൾ അന്നമോൾ മാങ്ങ എടുത്തു, പിന്നെ ക്യാരറ്റ് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ക്യാരറ്റ് ട്രൈ ചെയ്തു, എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാത്തൊന്നും ഞങ്ങൾ ടേസ്റ്റ് നോക്കി, ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ മാങ്ങയൊക്കെ അടിച്ച് ഇനി ഞങ്ങൾ അടുത്ത പരിപാടി ഡിന്നർ അടിക്കണം. അപ്പോൾ ഡിന്നർ അടിക്കാൻ വേണ്ടി നമ്മൾ വന്നത് ഡേ ടു ഡേ ഹോട്ടലിലാണ്. അപ്പോൾ ഇവിടുത്തെ മന്തി ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഷവായി മന്തി മേടിച്ചു, അതും കഴിച്ച് അങ്ങനെ ഞങ്ങൾ ബാക്ക് ടു കൊച്ചി. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ സൈനിങ് ഓഫ്.